വൃക്കരോഗിയായ ജപ്തി നടപടി നേരിടുന്ന ഒരു യുവാവ് സാമ്പത്തിക സഹായം തേടുന്നു. മലപ്പുറം വളാഞ്ചേരി ഇല്ലിക്കോട് സ്വദേശി മഹേഷിന് വൃക്ക മാറ്റിവെക്കാൻ 40 ലക്ഷം രൂപയാണ് വേണ്ടത്. അനാരോഗ്യത്തെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത മഹേഷിന് വീടിൻ്റെ ജപ്തി ഒഴിവാക്കാൻ ഇപ്പോൾ 11 ലക്ഷം രൂപ അത്യാവശ്യം. പന്ത്രണ്ട് വർഷം വിദേശത്ത് ഡ്രൈവർ ജോലി ചെയ്ത് 37-കാരൻ വെള്ളാട് വടക്കതി വി മഹേഷ് സമ്പാദ്യവും ഒപ്പം ലോണും എടുത്ത് നിർമ്മിച്ച പണി തീരാത്ത സ്വപ്ന ഭവനമാണിത്. 3 വർഷം മുന്നേ പാലുകാച്ചൽ കഴിഞ്ഞ് ഗൾഫിലേക്ക് മടങ്ങിയ മഹേഷിന് പക്ഷേ സന്തോഷം അധിക നാൾ ഉണ്ടായില്ല. വൃക്ക സംബന്ധമായ അസുഖം ജീവിതത്തിന്റെ നിറം കെടുത്തി. വൃക്ക മാറ്റിവെക്കണം, ചിലവ് 40 ലക്ഷം വരും. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ജോലിക്ക് പോകാനാവാത്തതിനാൽ വീട് നിർമ്മിക്കാനായി എടുത്ത ലോണിന്റെ തിരിച്ചടവ് മുടങ്ങി. 11 ലക്ഷം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അടയ്ക്കണം. ഒരാഴ്ച സമയമേ ഉള്ളൂ. അടക്കാത്ത പക്ഷം ബാങ്ക് ജപ്തി നടപടിയിലേക്ക് കടക്കും. ഇപ്പോൾ ട്രാൻസ്ഫാൻഡ് നോക്കുന്നുണ്ട്, പക്ഷെ അതും ഫണ്ടൊന്നും ആയിട്ടില്ല. ട്രാൻസ്ഫാൻഡ് മൊത്തം 40 ലക്ഷം രൂപയാണ് പുറത്തുനിന്നാണ് ചെയ്യേണ്ടത് വരിക. ഞാൻ 10 ലക്ഷം ലോൺ എടുത്തത്. 10 ലക്ഷം അതിൻ്റെ ഇപ്പോൾ 3 കൊല്ലം ഞാൻ അടച്ചു. പിന്നെ എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല. പിന്നെ സുഖമില്ലാതായി 2 കൊല്ലം അടവ് നിന്ന് പോയി. പിന്നെ വീട്ടിൽ 11 ലക്ഷത്തിലേക്ക് അടവ് തെറ്റി വന്നിട്ടുണ്ട്. ലാസ്റ്റ് മൂവ്മെന്റ് വരെ എത്തിയിട്ടുണ്ട്. ജപ്തിയാണ് ഇപ്പോൾ ഉള്ളത്. നാട്ടുകാർ ചികിത്സാ സഹായ സമിതി ആരംഭിച്ച് ധനസമാഹരണം ആരംഭിച്ചു. ആകെ 12 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ലഭിച്ചത്. ചികിത്സക്ക് ഇനി 28 ലക്ഷം രൂപ വേണം. ജപ്തി തടയണമെങ്കിൽ 11 ലക്ഷം രൂപ വേറെയും വേണം. ഒരു 12,38,000 രൂപയാണ് നമ്മൾ ഇതുവരെ പിരിച്ചായിട്ടുള്ളൂ. മഹേഷിൻ്റെ ആരോഗ്യസ്ഥിതി അനുദിനം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ലോണ് വീടുന്നതിന് മുൻപ് തന്നെ ഗൾഫിൽ നിന്ന് അസുഖമായിട്ട് തിരിച്ചു പോരേണ്ടി വന്നു. ഇപ്പോൾ അസുഖം കാരണം ജോലിയൊന്നും ചെയ്യാൻ വയ്യ. ഈ വീടിൻ്റെ അടവുകൾ തെറ്റി ഇപ്പോൾ ഇത് ജപ്തിയായിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഏത് നിമിഷവും ഈ വീട് ജപ്തി ചെയ്യും എന്നുള്ള സ്ഥിതിവിശേഷം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സുമനസ്സുകൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് മഹേഷും കുടുംബവും. 24 തിരൂർ.